ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണേ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പ്ലേറ്റ് ഇതായിരുന്നു ഞാൻ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ പ്ലേറ്റ്. ഇപ്പം ഞാനിത് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം ഇതാണ് എൻ്റെ പ്ലേറ്റ്. സോ ഇങ്ങനെ ചെറിയ പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ പ്ലേറ്റിൽ കുറച്ച് ഫുഡ് കഴിച്ചാൽ നമുക്ക് നിറയെ കഴിച്ച പോലെ ഒരു മൈൻഡ്ഫുൾനെസ് ഫീൽ ചെയ്യും. മറ്റേ നമ്മൾ വലിയ പ്ലേറ്റിൽ കുറച്ച് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളത് നമ്മൾ ഒത്തിരി കഴിച്ചില്ലല്ലോ എന്നുള്ളൊരു ഫീൽ വന്നിട്ട് നമ്മൾ പിന്നെയും എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ ചെറിയ പ്ലേറ്റിൽ കുറച്ച് കഴിച്ചാൽ നിറച്ച് കഴിച്ച ഒരു ഫീല് നമ്മുടെ ബ്രെയിനിന് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ പ്ലേറ്റ് എടുത്തിരിക്കുന്നത്. ആൻഡ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് ഇന്നത്തെ ദിവസം ഇന്ന് തിങ്കളാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ച ദിവസം തിങ്കൾ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പര്യായപദമാണ്. ചന്ദ്രൻ്റെ പര്യായപദത്തിൽ വരുന്നതാണ് തിങ്കൾ എന്ന് പറയുന്നത്. അപ്പം തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഡേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ചന്ദ്രൻ്റെ ആ ഗ്രഹത്തിന് മാച്ച് ആവുന്ന ഒരു ധാന്യം എന്ന് പറയുന്നതാണ് അരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഇഡ്ഡലി എന്ന് പറയുന്നത് അരിയും ഉഴുന്നൊക്കെ ചേർന്ന് ഉണ്ടാക്കുന്ന ഐറ്റമാണെന്നുള്ളത്. അപ്പം ഇന്ന് തിങ്കളാഴ്ച ദിവസമായി ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ്. അത് എന്താണ്, അരി ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഫുഡ് ഐറ്റമാണ്. അതിൻ്റെ കളറ് വൈറ്റാണ്, അതിൻ്റെ ഷേപ്പ് സർക്കിളാണ്. അത് കുക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇഡ്ഡലിക്കൊപ്പരയ്ക്കകത്ത് വെള്ളം ആവിയിലല്ലേ വേവിക്കുന്നത്. അപ്പം ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് വെള്ളവുമായിട്ട് കണക്റ്റഡ് വരുന്ന സംഭവമാണ്. അപ്പം എല്ലാ രീതിയിലും തിങ്കളാഴ്ച മാച്ചാകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഇഡ്ഡലി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ യൂഷ്വലി ഇഡ്ഡലി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഡ്ഡലിക്കൊപ്പരയ്ക്കകത്ത് നമ്മൾ ഹോളുള്ള ഇഡ്ഡലി തട്ടുണ്ട്. അതിൻ്റെ അകത്ത് തുണി വൈറ്റ് കളറിലെ കോട്ടൺ തുണിയിട്ട് അതിൻ്റെ മുകളിലാണ് ഇഡ്ഡലി അവിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡ്ഡലിയാണ്. അപ്പം ഈ ഇഡ്ഡലിയും സാമ്പാർ ചട്നി അതാണ് ഇന്നത്തെ ഒരു ഫുഡ് എന്ന്. അപ്പോൾ ഈ ഒരു ഫുഡ് ഇന്നത്തെ ദിവസം കഴിക്കാൻ മാച്ച് ആയതാണ്. അത് ഓരോ ഫുഡ് ഓരോ ഗ്രഹങ്ങളുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ദിവസം കഴിക്കാൻ പറ്റിയ ഒരു ഫുഡാണ്. തിങ്കളാഴ്ച മാത്രമല്ല വെള്ളിയാഴ്ചയും സ്യൂട്ടബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ഇഡ്ഡലി എന്ന് പറയുന്നത്. അതിൻ്റെ ചന്ദ്രൻ്റെ നമ്പർ 2ആണ്. ഓരോ ഗ്രഹത്തിന് ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് 2 ഇഡ്ഡലിയാണ് കഴിക്കുന്നത്. എപ്പോഴും അത് തന്നെയാണ് നോക്കുന്നത്. എനിക്ക് അത്ര ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ അത്ര കഴിക്കുന്നുള്ളൂ. അതായത് 2 കഴിക്കാവുള്ളൂ അങ്ങനെയില്ല. എനിക്കത്ര ആവശ്യമുള്ളൂ ഞാൻ എടുക്കുന്നു. അപ്പം ഇങ്ങനെ ചെറിയ പ്ലേറ്റിൽ നമ്മൾ കുറച്ച് അതിൽ നിറച്ച് കഴിക്കുന്ന പോലെ ഒരു ഫീല് വരുമ്പോൾ അതൊരു തൃപ്തിയായിട്ട് തോന്നും. ആൻഡ് ഈ നമ്മൾ വിചാരിക്കുന്ന ഈ ഒരു കോമ്പിനേഷൻസ് ഇഡ്ഡലി സാമ്പാർ ചട്നി അല്ലെങ്കിൽ ഈ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഇത് കുക്ക് ചെയ്യുന്ന രീതിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മീനിങ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ജസ്റ്റ് ഒരു വെറൈറ്റി ഫുഡിന് വേണ്ടിയിട്ടുള്ള ഇതല്ല. അതിന് ഓരോ ഫുഡ് ഐറ്റത്തിനും ഓരോരോ അർത്ഥങ്ങളുണ്ട്. അപ്പം തിങ്കളാഴ്ച ദിവസം കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ഫുഡ് ഐറ്റമാണ് ഇഡ്ഡലി സാമ്പാർ ചട്നി എന്ന് പറയുന്ന കോമ്പിനേഷൻ. സോ ഇന്നത്തെ ദിവസം തിങ്കളാഴ്ചയാണ്. ഞാൻ 2 ഇഡ്ഡലിയാണ് കഴിക്കാൻ പോകുന്നത്. താങ്ക്സ്.